ിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നല്ല മഴയുണ്ടോ, മഴയത്താണ് നമ്മളിപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു ഗപ്പി. അതായത് ഇപ്പോൾ ഞാനൊരു റീൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളായിട്ട്. നമ്മുടെ കയ്യിൽ എത്ര ഗപ്പി ഉണ്ടെങ്കിലും പുതിയൊരു വെറൈറ്റി ഗപ്പിയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിൽ ഇല്ലാത്തൊരു വെറൈറ്റി ഗപ്പി നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളതിനെ നമ്മുടെ ഫാമിലി എത്തിക്കുന്നവരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മളങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കണ്ട ഒരു ഗപ്പി, ഒരു പുതിയ ലൈൻ ഗപ്പിനെ നമ്മുടെ ഫാമിലി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ട് എടുത്തിട്ടൊരു ഗപ്പിയാണ്. അപ്പോൾ പുതിയൊരു ലൈൻ ഗപ്പിയാണ്. ബിഗ് ഇയർ ആണ്, റിബൺ ഉണ്ട്, അതുപോലെ കോളിഡോർസലാണ്, സീഫിൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ഗപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗപ്പി പ്രാന്തന് ഇഷ്ടപ്പെടും. അത്രയും അടിപൊളി ഗപ്പിയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആലപ്പുഴ അരൂരിലുള്ള മനീഷ് ബ്രോയുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു കിടുക്കാച്ചി ഗപ്പിനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ പിന്നെ കയറി കഴിഞ്ഞാൽ അറിയാലോ, ഇച്ചാപ്പി നമ്മളുടെ മടിയിൽ തന്നെ കയറിയിരുന്നോളും. ഇപ്രാവശ്യം അത്രയ്ക്ക് അടിയൊന്നും കൂടുന്നില്ല, പക്ഷേ മടിയിൽ ഇരുത്താത്തതുകൊണ്ട് ഒരു കരച്ചിൽ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് എന്തായാലും അടിപൊളി പാക്കിങ്ങിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അത് കണ്ടല്ലേ, വലിച്ചു വാരി എടുക്കുന്നുണ്ട്. ആ മീനിൻ്റെ കൊല്ലപ്പണി ഇന്ന് കഴിക്കും അവൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് കിട്ടിയപ്പോൾ മുതൽ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയുണ്ടായിരുന്നു. ഞാൻ ഫിഷിൻ്റെ പേര് പറഞ്ഞുതരാം. പ്ലാറ്റിനം റെഡ് ഡംബോ ബലൂൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇത് റിബൺ ഉണ്ട്, സീഫിന് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വെയിൽസിൻ്റെ ഒക്കെ നല്ല കോളി ഡോർസലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഫിഷിനെ കാണാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഓരോ കവർ എടുത്ത് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇച്ചാപ്പി ഒരു കവർ എടുത്ത് കടിച്ചു മുറിക്കാൻ ശ്രമിച്ചു. ജസ്റ്റ് മിസ്, നമ്മുടെ കവർ പൊട്ടിയിട്ടില്ല എന്തായാലും. അപ്പോൾ എന്താ പറയുക, നമുക്ക് ആ ഒരു ഫിഷിനെ കണ്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും നമുക്ക് നമ്മുടെ ഫാമിൽ പോയി നമ്മളുടെ ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഗ്ലാസ് ടാങ്കിലിട്ട് നല്ല ക്ലിയർ ആക്കി ആ ഫിഷിനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഫാമിൽ എത്തിയിട്ട് ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ആവാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം കുറച്ച് പ്രീമിയം ഫിഷാണ്, നമുക്ക് അങ്ങനെ കയ്യിൽ നിന്ന് പോകാൻ പറ്റില്ല. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആയതിനു ശേഷം pH കൂടെ ഒന്ന് ലെവലാവാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ വാട്സാപ്പിൽ കണ്ട് വീണ് പോയ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മളെടുത്തുള്ള ആ ഒരു ഫിഷ് കൂടെ കാണിച്ചത് ഈ കാണുന്നതാണ് അതിൻ്റെ മെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം അത് ക്ലിയർ ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ കയ്യിലുള്ള ഒരു ഗ്ലാസ് ടാങ്കിനകത്തോട്ട് ഇട്ടിട്ട് ഞാൻ നല്ല ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അത് കണ്ടില്ല എൻ്റെ മോനെ, എന്താ പറയുക, കിളി പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ പോലെ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് നമ്മളെ കയ്യിൽ സത്യം പറഞ്ഞാൽ ആ റീൽ ഞാൻ ചെയ്തത് സത്യമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ ടാങ്കുകളില്ലായിരുന്നു. ഇനി ഒരു പുതിയ വെറൈറ്റി ഗപ്പിനെ കൂടി എടുത്ത ടാങ്കുകളില്ല. എന്നിട്ട് പോലും ഞാൻ എടുത്തത് ഇതിനെ കണ്ട് അതിൽ വീണ് പോകാൻ പറയില്ലേ, ആ മെയിലിൻ്റെയൊക്കെ ആ ഒരു ടെയിലും അതേപോലെ ആ ഒരു ഡോർസലും എന്താ പറയുക, ഒരു ഗപ്പിപ്രാന്തൻ എന്നുള്ള നിലയ്ക്ക് കിളി പോകുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം എന്തായാലും. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. അത് റിബൺ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ സീഫിൻ ആണെന്നുണ്ടെങ്കിലും അതേപോലെ കോളിഡോർസലാണെന്നുണ്ടെങ്കിലും അതിലെല്ലാം ഉപരി നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറിൻ്റെ ഒരു വിയറ്റ്നാം ലൈനാണ്. അപ്പോൾ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ F1 ബാച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇനിയും പെയർസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ മനീഷ് ബ്രോയെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട്. താല്പര്യക്കാർ എന്തായാലും വിളിച്ച് നോക്കുക. പിന്നെ ഞാനിത് പറഞ്ഞില്ല, ഇമ്പോർട്ട് ചെയ്തതിൻ്റെ F1 ബാച്ചാണ് ഇപ്പോൾ സെയിലിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമ്മൾ സാധാ ഒരു ഗപ്പി വാങ്ങുന്ന ആ ഒരു റേറ്റിൽ അത് വിചാരിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പ്രൈസ് കേട്ട് ഞെട്ടണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം വിലയുള്ള ഒരു ഫിഷ് തന്നെയാണ്. അത് പറഞ്ഞാൽ അത്ര നല്ല വിലയൊന്നുമില്ല. ഞാൻ എന്തായാലും റേറ്റ് ഇതിൽ പറയുന്നില്ല, നിങ്ങൾ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്നുള്ളതിൽ 100% ഷുവറാണ്. കാരണം ഞാൻ എന്തായാലും ഇപ്പോൾ എടുത്തത് മറ്റേ നോട്ടത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഇതിൻ്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് വരും ദിവസങ്ങൾ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഇത് സ്റ്റേബിൾ ആണെന്ന് തന്നെയാണ്. പിന്നെ റിബണിൽ നമുക്ക് എന്തായാലും 100% 90% ഒന്നും സ്റ്റെബിലിറ്റി കിട്ടില്ല, അത് ഉറപ്പാണ്. ബാക്കി ഇയറും ഡോർസലും കാര്യങ്ങളെല്ലാം സ്റ്റേബിൾ ആണ് എന്നാണ് നമുക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഇതിൽ
സീഫിൻ എടുത്തറിയുന്നത് നമ്മൾ ഫീമെയിൽസിന് തന്നെയാണ്. മെയിൽസിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് എന്താ പറയുക ഹൈ ഡോർസിലെ കോളിഡോർസിൽ എന്താ പറയണമെന്ന് അറിയില്ല, അത്ര നല്ല രീതിക്ക് ഡോർസിൽ ഇറങ്ങുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ നമ്മൾ റിബൺ ഉള്ളതിൻ്റെ എല്ലാത്തിനും റിബൺ വെറൈറ്റികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെന്തായാലും 100% സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഇതിനാണെന്നുണ്ടെങ്കിൽ റിബണിൻ്റെ കാര്യത്തിൽ നമുക്ക് 100% ഒന്നും സ്റ്റെബിലിറ്റി കിട്ടില്ല. ബാക്കിയുള്ള ഇയറും സീഫിനും കോളിഡോർസിലും അതെല്ലാം പക്കയായിട്ട് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും മാർക്കറ്റിലെ പുതിയൊരു വെറൈറ്റിയാണ്. സത്യം പറഞ്ഞാൽ എന്തായാലും ഒറ്റ നോട്ടത്തിൽ ഒരാൾക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതേപോലെ ഈ ഒരു ഫിഷ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ മനീഷ് ബ്രോയെ കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഈ ഫിഷ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.